യേശുവിൽ സ്നേഹമുള്ള വചനയാത്ര ശ്രോതാക്കളെ, ഏവർക്കും വചനയാത്രയിലേക്ക് സ്വാഗതം. നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ് ഇന്ന്. പുത്തനുടുപ്പും പുസ്തകങ്ങളും കുടയുമായി പുതിയ ഒരു അധ്യയന വർഷത്തിലേക്ക് അവർ പ്രവേശിക്കുകയാണ്. പ്രവേശനോത്സവം ഒരുക്കി നമ്മുടെ കലാലയങ്ങൾ അവരെ സ്വാഗതം ചെയ്യുവാൻ കാത്തിരിക്കുകയാണ്. എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയ അധ്യയന വർഷത്തിൻ്റെ എല്ലാ ആശംസകളും നേരുന്നു. സഭയുടെയും സമൂഹത്തിൻ്റെയും ഭാവി പ്രതീക്ഷകളായ ഈ കുരുന്നുകളെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ വചനഭാഗം നമ്മുടെ സഭാജീവിതവുമായി വളരെയധികം ബന്ധപ്പെട്ട ഒന്നാണ്. മുന്തിരിത്തോട്ടത്തിലെ കൃഷിക്കാരുടെ ഉപമ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. സമാന്തര സുവിശേഷകർ 3 പേരും വളരെ വിശദമായിട്ടാണ് ഈ ഉപമ വിവരിച്ചിരിക്കുന്നത്. അവകാശം സ്വന്തമാക്കാൻ ഉടമസ്ഥൻ്റെ മകനെ പോലും കൊല്ലുവാൻ തയ്യാറാകുന്ന കൃഷിക്കാരുടെ ഉപമയാണിത്. ഈ ഉപമയുടെ അർത്ഥവും അതിന് ഇന്ന് നമ്മുടെ ജീവിതത്തിലുള്ള പ്രസക്തിയും എന്ത് എന്ന് അന്വേഷിക്കുന്നത് വളരെ പ്രസക്തമാണ്. ഈ ഉപമയിൽ പ്രധാനമായും 4 ഭാഗങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. 1, മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിച്ച് അത് കൃഷിക്കാരെ ഏൽപ്പിക്കുന്ന ഉടമസ്ഥൻ. ആ യജമാനൻ വളരെ കൃത്യതയോടെയാണ് ഓരോ കാര്യവും ചെയ്യുന്നത്. മുന്തിരിത്തോട്ടം നട്ടുപിടിപ്പിക്കുന്നു, അതിന് വേലി കെട്ടുന്നു, മുന്തിരിച്ചക്ക് സ്ഥാപിക്കുന്നു, ഗോപുരം നിർമ്മിക്കുന്നു. ആവശ്യമുള്ളതെല്ലാം കൃത്യമായി ചെയ്ത് തീർത്തതിന് ശേഷമാണ് അത് കൃഷിക്കാരെ ഏൽപ്പിക്കുന്നത്. യഥാകാലം അവർ തൻ്റെ ഓഹരി നൽകും എന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിക്കുന്നു. തൻ്റെ കൃഷിക്കാരിൽ അദ്ദേഹത്തിന് വിശ്വാസവും ഉണ്ടായിരുന്നു. 2, കൃഷിക്കാരുടെ മനോഭാവം. യജമാനൻ തങ്ങളെ യാതൊരു വ്യവസ്ഥയുമില്ലാതെ ഏൽപ്പിച്ച മുന്തിരിത്തോട്ടം പരിപാലിക്കുവാനും അതിൽ അദ്ദേഹത്തിൻ്റെ ഓഹരി നൽകുകയും ചെയ്യുക എന്നതാണ് അവരുടെ കടമ. എന്നാൽ മുന്തിരിത്തോട്ടം അന്യായമായി സ്വന്തമാക്കുവാനാണ് അവർ പരിശ്രമിക്കുന്നത്. ഫലം ശേഖരിക്കുവാനായി വന്ന സേവകരെ അടിക്കുവാനും കൊല്ലുവാനുമാണ് അവർ ശ്രമിക്കുന്നത്. തൻ്റെ ഏകജാതനെ അംഗീകരിക്കുമെന്ന പ്രതീക്ഷയിൽ അവനെ അയക്കുമ്പോൾ അവകാശം സ്വന്തമാക്കുവാൻ അവകാശിയെ കൊന്നുകളയുകയാണ് അവർ ചെയ്തത്. സ്വാർത്ഥ താൽപ്പര്യത്തിന് വേണ്ടി ഏത് നീചകൃത്യവും ചെയ്യുവാൻ തയ്യാറാകുന്ന ആധുനിക മനുഷ്യൻ്റെ പ്രതീകമാണ് ആ കൃഷിക്കാർ. 3, ദുഷ്ടരായ ആ കൃഷിക്കാരെ നശിപ്പിച്ച് മുന്തിരിത്തോട്ടം യഥാകാലം ഫലം നൽകുന്ന വേറെ ആളുകളെ ഏൽപ്പിക്കുന്നു. തൻ്റെ വിശ്വാസം നഷ്ടപ്പെടുത്തിയ കൃഷിക്കാരെ പൂർണ്ണമായും നശിപ്പിക്കുന്ന യജമാനനെയാണ് നാം ഇവിടെ കാണുന്നത്. ഫലം നൽകുക എന്നത് അവരുടെ കടമയായിരുന്നു. യാതൊരു വിധത്തിലുള്ള അധ്വാനവുമില്ലാതെ മുന്തിരിത്തോട്ടം സ്വന്തമാക്കിയ ആ കൃഷിക്കാർ ഒരു തരത്തിലുള്ള വിശ്വസ്തതയും ആ യജമാനനോട് കാണിച്ചില്ല. ഫലം നൽകിയില്ല എന്ന് മാത്രമല്ല, അത് ശേഖരിക്കാൻ വന്നവരെ അടിക്കുകയും കൊല്ലുകയും ചെയ്തു. ഇത്രമാത്രം ക്രൂരരായ ആ കൃഷിക്കാരെ പൂർണ്ണമായും നശിപ്പിച്ചതിന് ശേഷമാണ് ആ യജമാനൻ തൻ്റെ മുന്തിരിത്തോട്ടം മറ്റ് ആളുകളെ ഏൽപ്പിക്കുന്നത്. അവസാനമായി യേശു ഈ ഉപമ അരുളി ചെയ്തത് ഇസ്രായേൽ ജനത്തിന് എതിരായിട്ടാണ്. യജമാനനായ ദൈവം തൻ്റെ മുന്തിരിത്തോട്ടമാകുന്ന ദൈവരാജ്യം ഫലമേൽപ്പിച്ചത് ഇസ്രായേൽ ജനത്തെയായിരുന്നു. തൻ്റെ പ്രിയപ്പെട്ട ജനമായ ഇസ്രായേൽ യഥാകാലം ഫലം നൽകാത്തതിനാൽ അത് ശേഖരിക്കുവാൻ ന്യായാധിപന്മാരെയും പ്രവാചകന്മാരെയും അയച്ചപ്പോൾ അവരെ അടിക്കുവാനും കൊല്ലുവാനുമാണ് ഇസ്രായേൽ ശ്രമിച്ചത്. അവസാനം തൻ്റെ ഏകജാതനായ യേശു ക്രിസ്തുവിനെ അവരുടെ അടുക്കലേക്ക് അയച്ചപ്പോൾ അവനെ സ്വീകരിക്കുന്നതിന് പകരം കുരിശിൽ തറച്ച് കൊല്ലുകയാണ് അവർ ചെയ്തത്. അതുകൊണ്ട് പിതാവായ ദൈവം തൻ്റെ ദൈവരാജ്യമാകുന്ന മുന്തിരിത്തോട്ടം ഫലം നൽകുന്നതിനായി
പുതിയ ഇസ്രായേലായ സഭയെ ഭരമേൽപ്പിക്കുകയാണ്. അങ്ങനെ ഇസ്രായേൽ ഉപേക്ഷിച്ച കല്ലായ യേശുക്രിസ്തു സഭയുടെ മൂലക്കല്ലായി തീരുന്നു. നമ്മുടെ ജീവിതത്തിലും ഈ ഉപമ വളരെ പ്രസക്തമാണ്. ഇന്ന് ഈ മുന്തിരിത്തോട്ടം ഏൽപ്പിച്ചിരിക്കുന്നത് നമ്മളെ ഓരോരുത്തരെയുമാണ്. യഥാകാലം ദൈവരാജ്യത്തിൻ്റെ ഫലങ്ങൾ നൽകാൻ തയ്യാറാകാതെ ശേഖരിക്കുവാൻ വരുന്നവരെ അടിക്കുവാനും കൊല്ലുവാനുമാണ് നാമും പരിശ്രമിക്കുന്നതെങ്കിൽ അവിടുന്ന് നമ്മളെയും നശിപ്പിച്ച് മുന്തിരിത്തോട്ടം യഥാകാലം ഫലം നൽകുന്ന വേറെ ആളുകളെ ഏൽപ്പിക്കും. അങ്ങനെ സംഭവിക്കാതിരിക്കുവാൻ നമ്മുടെ സൽപ്രവർത്തികളിലൂടെ ദൈവരാജ്യത്തിൻ്റെ ഫലങ്ങളായ സത്യവും നീതിയും സ്നേഹവും കരുണയും നമുക്ക് പുറപ്പെടുവിക്കാം. അങ്ങനെ യഥാകാലം ഫലം നൽകുന്ന നല്ല കൃഷിക്കാരായി ദൈവരാജ്യമാകുന്ന മുന്തിരിത്തോട്ടത്തെ നമുക്ക് പരിപാലിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.